സ്വാഗതം. ഇന്ന് നമ്മൾ മഹദായി നദീജല തർക്കത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ. ഇതിനാവശ്യമായ വിവരങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് ദ ഹിന്ദു പത്രത്തിൽ നിന്നും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിൽ നിന്നുമാണ്. ഓക്കെ. പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം അതെന്തുകൊണ്ടാണെന്ന്. തീർച്ചയായും. കാരണം UPSC സിലബസിൽ ഇത് പലയിടത്തും വരുന്നുണ്ട്. ഇന്ത്യൻ പോളിറ്റിയിൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ജലതർക്കങ്ങൾ അവിടെ വരും. ശരി. പിന്നെ ജോഗ്രഫിയിൽ ഇന്ത്യൻ നദീവ്യവസ്ഥ പഠിക്കുമ്പോഴും ഇത് വരും. അതുകൊണ്ട് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഗോവ ഇപ്പോൾ കർണാടകയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കോടതിയലക്ഷ്യ ഹർജി അല്ലേ? അതെ. നദീജലം തിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ശരിക്കും ഈ തർക്കത്തിന്റെ ഒരു അടിസ്ഥാനം? ഇതിന്റെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർണാടകയുടെ കലസ ബന്ദൂരി നാള പദ്ധതിയാണ്. കലസ ബന്ദൂരി? അതെ. അതായത് മഹദായി നദിയുടെ 2 പോഷക നദികളാണ് ഈ കലസയും ബന്ദൂരിയും. അപ്പോൾ ഈ നദികളിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് മലപ്രഭ നദീതടത്തിലേക്ക് തിരിച്ചുവിടാനാണ് കർണാടകയുടെ പ്ലാൻ. മലപ്രഭ നദീതടം എന്ന് പറയുമ്പോൾ അത് കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയാണ്. ശരിക്കും കർണാടകയിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹുബ്ലി ധാർവാഡ് പോലുള്ള നഗരങ്ങൾ, അവിടെ നല്ല കുടിവെള്ളക്ഷാമമുണ്ട്. ഓക്കെ. അപ്പോൾ ആ ക്ഷാമം പരിഹരിക്കാനാണ് ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നദിയുടെ ബേസിൽ നിന്ന് വേറൊരു നദിയുടെ ബേസിലേക്ക് വെള്ളം മാറ്റുന്നു. സ്വാഭാവികമായും താഴെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുണ്ടാകുമല്ലോ. ഗോവയുടെ പ്രശ്നം അതാണോ? അത് തന്നെയാണ്. കാരണം ഗോവയെ സംബന്ധിച്ചിടത്തോളം മഹദായി നദി അവരവിടെ മണ്ഡോവി എന്നാണ് വിളിക്കുന്നത്. അതവരുടെ ഒരു ജീവനാഡിയാണ് ശരിക്കും. മണ്ഡോവി. ഓക്കെ. സംസ്ഥാനത്തെ ഏകദേശം ഒരു 43% ജനങ്ങളും കുടിവെള്ളത്തിനായിട്ട് ഈ നദിയെയാണ് ആശ്രയിക്കുന്നത്. 43%? അത് വലിയൊരു കണക്കാണല്ലോ. അതെ. പിന്നെ ഈ നദിയുടെ ഉത്ഭവം കർണാടകയിലാണ്. അതും ഓർക്കണം. പശ്ചിമഘട്ടത്തില് ബീങ്കഡ് വന്യജീവി സങ്കേതം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതും പ്രിലിംസിന് പ്രധാനപ്പെട്ട പോയിന്റാണ്. കിഴക്കോട്ടല്ല, പടിഞ്ഞാറോട്ട്. ഓക്കെ. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലില്. അതെ. കർണാടക, ഗോവ, പിന്നെ കുറച്ചു ഭാഗം മഹാരാഷ്ട്ര വഴിയാണ് അറബിക്കടലിലെത്തുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ദൂദ്സാഗർ വെള്ളച്ചാട്ടമൊക്കെ ഇതിന്റെ ഭാഗമാണോ? സലീമലി പക്ഷി സങ്കേതം? അതെ അതെ. ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഇതിലാണ്. സലീമലി പക്ഷി സങ്കേതം ഇതിന്റെ തീരത്താണ്. അപ്പോൾ പാരിസ്ഥിതികമായിട്ടും വളരെ സെൻസിറ്റീവായൊരു മേഖലയാണ്. അതാണ് ഗോവ പ്രധാനമായും ഉന്നയിക്കുന്നൊരു കാര്യം അല്ലേ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. തീർച്ചയായും. ഇനി ഈ തർക്കം പരിഹരിക്കാനായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാർ 2010 ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കി. മഹാദായി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണൽ, MWDT. റൈറ്റ്. ട്രിബ്യൂണൽ. 2018 ഈ ട്രിബ്യൂണൽ ഒരു വിധി പറഞ്ഞു. അതിൽ വെള്ളം വീതിച്ചതിങ്ങനെയാണ്: ഗോവയ്ക്ക് 24 TMC അടി, കർണാടകയ്ക്ക് 13.42 TMC അടി, പിന്നെ മഹാരാഷ്ട്രയ്ക്ക് ഒരു 1.33 TMC അടി. അപ്പോ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഗോവയ്ക്കാണ്. അതെ. അതും പ്രിലിംസിന് ഓർത്തുവെക്കാം. ഏറ്റവും കൂടുതൽ വെള്ളം കൊടുത്തത് ഗോവയ്ക്കാണ്, കർണാടകയ്ക്കല്ല. പക്ഷേ ഈ വിധി വന്നിട്ടും എന്തുകൊണ്ട് തർക്കം ഇപ്പോഴും തുടരുന്നു? ഇപ്പോഴും കോടതിയിലാണെന്ന് പറഞ്ഞല്ലോ. അതാണ് കാര്യം. ഈ വിധിയില് 3 സംസ്ഥാനങ്ങൾക്കും പൂർണ്ണ തൃപ്തിയുണ്ടായില്ല. അവർക്കെല്ലാവർക്കും ചില പരാതികളുണ്ടായിരുന്നു. അതുകൊണ്ട് 3 പേരും സുപ്രീം കോടതിയെ സമീപിച്ചു. ഓ, അങ്ങനെയാണോ? എന്നതിലെ ഒരു കോംപ്ലക്സിറ്റി കാണിക്കുന്നുണ്ട്. ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് പോലുള്ള നിയമങ്ങളുണ്ടെങ്കിലും അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. അതെ, അതിന്റെ വെല്ലുവിളികൾ. അപ്പോ ഇനിയിപ്പോ UPSC മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെയിൻസിന് നമ്മൾ കുറച്ചുകൂടെ അനലിറ്റിക്കലായിട്ട് നോക്കണം. ഒന്ന്, ഈ തർക്കത്തിന്റെ കാരണങ്ങൾ. അതായത് ഒരു സൈഡില് വികസന ആവശ്യങ്ങള്, കുടിവെള്ളം പോലുള്ള കാര്യങ്ങള്, മറുഭാഗത്ത് താഴെയുള്ള സംസ്ഥാനത്തിന്റെ അവകാശങ്ങള്, പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങള്. ഇത് തമ്മിലുള്ള ഒരു സംഘർഷം. ശരിയാണ്. രണ്ടാമതായിട്ട് ഈ ട്രിബ്യൂണലുകളുടെ പങ്കെന്താണ്? അവയുടെ വിധികൾ നടപ്പാക്കുന്നതിലെ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്? വെല്ലുവിളികൾ. അതെ. മൂന്നാമതായിട്ട് ഇതിന് എന്തൊക്കെ പരിഹാരങ്ങൾ സാധ്യമാണ്? സംസ്ഥാനങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കുറച്ചുകൂടി സയന്റിഫിക്കായിട്ട്, സസ്റ്റൈനബിളായിട്ട് വെള്ളം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. നാലാമതായിട്ട് തീർച്ചയായും പാരിസ്ഥിതിക ആഘാതം.
അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? എങ്ങനെയാണ് ഈ വികസനവും പരിസ്ഥിതിയും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റുക? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പല കാര്യങ്ങൾ ഒരുമിച്ച് പരിഗണിക്കേണ്ട ഒന്നാണിത്. സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, നദിയുടെ നിലനിൽപ്പുണ്ട്, പരിസ്ഥിതിയുണ്ട്. ഇപ്പോൾ എല്ലാം കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. അതെ, നിങ്ങൾക്ക്, അതായത് കേൾക്കുന്നവർക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഈ അന്തർസംസ്ഥാന ജലതർക്കങ്ങൾ എപ്പോഴും ഇങ്ങനെ കോടതിയിലും നിയമപോരാട്ടത്തിലുമൊക്കെ അവസാനിക്കുന്നതിനു മുൻപ് സംസ്ഥാനങ്ങൾ തമ്മിൽ തുടക്കത്തിലെ കുറച്ചുകൂടി സഹകരിച്ച് ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റുമോ? കുറച്ചുകൂടി ഫലപ്രദമായ രീതികൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. എന്തായാലും ഈ വിഷയത്തിലെ പ്രധാന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്നതിന് നന്ദി. ഓക്കെ. അടുത്ത തവണ നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയുമായി വീണ്ടും സംസാരിക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ രാജിയെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ലേഖനമുണ്ട്. ഇതിലെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം, അല്ലേ? ശരിയാണ്. ഇത് UPSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെ. പ്രിലിമിനറിക്കും വരാം, പിന്നെ മെയിൻസിൽ GS പേപ്പർ 2 ഉണ്ടല്ലോ, പൊളിറ്റി ആൻഡ് ഗവേണൻസ്. അതിൽ ഉറപ്പായും ഇതിന് നല്ല പ്രസക്തിയുണ്ട്. കാരണം വൈസ് പ്രസിഡന്റിന്റെ ഓഫീസ്, രാജ്യസഭാ ചെയർമാൻ, പാർലമെന്ററി നടപടിക്രമങ്ങൾ, പിന്നെ ഈ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതെ അതെ. ലേഖനം തുടങ്ങുന്നത് തന്നെ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖറിന്റെ രാജിയെക്കുറിച്ചാണല്ലോ. ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണം പറഞ്ഞതെങ്കിലും പെട്ടെന്നുള്ള ഈ രാജി ചില ചോദ്യങ്ങൾ ശരിക്കും ഉയർത്തുന്നുണ്ട്. തീർച്ചയായും. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാതെ കാലാവധി പൂർത്തിയാക്കും മുൻപ് ഇങ്ങനെ രാജിവെക്കുന്ന ആദ്യത്തെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അതൊരു വലിയ കാര്യമാണ്. ശരിയാണ്. പിന്നെ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ അഴിമതി ആരോപണത്തിൽ നീക്കം ചെയ്യുന്നൊരു സംഭവമുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി നിയമങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, അത് സർക്കാരുമായി ഒരു ചെറിയ, അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി എന്ന്. അതെ അതെ, അങ്ങനെയൊരു സൂചനയുണ്ട്. ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണല്ലോ. ആ ഒരു സ്ഥാനത്തിരുന്ന് ഇങ്ങനെ രാജിവെക്കേണ്ടി വരുന്നത്, അത് പാർലമെന്ററി ജനാധിപത്യത്തിനൊരു തിരിച്ചടിയായി കാണുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതല്ലേ? അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചില വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭരണഘടനയിലെ സെക്യുലർ, സോഷ്യലിസ്റ്റ് വാക്കുകളെ അദ്ദേഹം ചോദ്യം ചെയ്തതും, പിന്നെ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് നീക്കം നടത്താൻ ആലോചിച്ചതും അതൊക്കെ നമ്മൾ കേട്ടതാണ്. ശരിയാണ്. എന്നാൽ അതിന്റെ മറുപുറം എന്താണെന്ന് വെച്ചാൽ, നീതിന്യായ വ്യവസ്ഥയിലെ ഒരു ഉത്തരവാദിത്വം, അക്കൗണ്ടബിലിറ്റി, അതിനുവേണ്ടി അദ്ദേഹം വാദിച്ചു. ജുഡീഷ്യറിയുടെ മേൽ പാർലമെന്റിന്റെ ഒരു പരമാധികാരം വേണമെന്നും അദ്ദേഹം ശക്തമായി വാദിച്ചിരുന്നു. അതും ലേഖനം പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ നിലപാടും ഭരണഘടനാ പദവിയുടെ ഒരു നിഷ്പക്ഷതയും തമ്മിലൊരു ക്ലാഷ് പോലെ വരുന്നുണ്ടോ? വരാം. ഈ പശ്ചാത്തലത്തിൽ UPSCക്ക് പഠിക്കുന്നവർക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 63 അതുപ്രകാരമാണ് ഇന്ത്യയ്ക്കൊരു വൈസ് പ്രസിഡന്റ് വരുന്നത്. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 64, 89 അതുവച്ച് അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാകും. ശരി. രാജിവെക്കുന്നതിനെക്കുറിച്ച് എവിടെയാ പറയുന്നത്? അത് ആർട്ടിക്കിൾ 67A രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകണം. ചെയർമാൻ എന്ന നിലക്ക് സഭ നടത്തുക, നടപടിക്രമങ്ങൾ നോക്കുക, അതൊക്കെ പ്രധാനമാണല്ലോ. ഈ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞല്ലോ, എന്താണതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ, ജഡ്ജിമാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ വിധികൾക്ക് ഒരുതരം പൊതു ഉത്തരവാദിത്തം കാണിക്കണം. അവരെ നിയമിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമൊക്കെ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ഈ നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. അപ്പോ ആ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ അദ്ദേഹം ഒരു കാർക്കശ്യം കാണിച്ചു എന്നാണോ? അതെ, അതാണ് ഒരു പ്രധാന പോയിന്റായി ലേഖനം പറയുന്നത്. ഓക്കേ. അപ്പോൾ ഇതിന്റെ ഭരണഘടനാ വശങ്ങൾ നമ്മൾ കണ്ടു. ഇനി മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഈ രാജി നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒരു സ്ഥിരത, നിഷ്പക്ഷത, ഇതിനെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? എന്താണിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന്, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിന്റെ ചെയർമാനും തമ്മിലൊരു പ്രശ്നം വരുന്നത് അത്ര നല്ലതല്ല.
ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്നൊരു തോന്നൽ വന്നാൽ അത് ആ പദവിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അതൊരു ശരിയല്ലാത്ത കീഴ്വഴക്കമായേക്കാം. രാജ്യസഭയുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കുമല്ലോ അല്ലേ, നിഷ്പക്ഷതയെ? തീർച്ചയായും രാജ്യസഭയുടെ നിഷ്പക്ഷമായ പ്രവർത്തനത്തെയും ഇത് ബാധിക്കാം. ഇവിടെയാണ് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ അധികാരവിഭജനം എന്ന തത്വം അതിന് പ്രസക്തി വരുന്നത്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി അവരവരുടെ അധികാര പരിധിയിൽ നിൽക്കണമെന്നുള്ളത്. അതെ, അത് ചോദ്യം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് കൂടുതലും നെഗറ്റീവ് വശങ്ങളാണല്ലോ പറഞ്ഞത്. എന്നാൽ ഈയൊരു സാഹചര്യം ചില പോസിറ്റീവ് കാര്യങ്ങൾക്ക് വഴിവെച്ചുകൂടെ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒരു നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഈ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി പോലുള്ള വിഷയങ്ങൾ, അതിലൊരു ഗൗരവമായ ചർച്ചയ്ക്ക് ഇതൊരു തുടക്കമിട്ടു. പിന്നെ ഭരണഘടന, പാർലമെന്ററി നടപടിക്രമങ്ങൾ, അതിൻ്റെയൊക്കെ പ്രാധാന്യം ഒന്നുകൂടി എല്ലാവരും ഓർത്തു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലെ കാർക്കശ്യം ഒരു നല്ല കാര്യമായി കാണാമല്ലോ. അതെ, ഭരണഘടനാ പദവികളുടെ യഥാർത്ഥ റോൾ എന്തായിരിക്കണമെന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ ഇതൊരു അവസരമാണ്. അപ്പോ മുന്നോട്ടു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്താണ് ഇതിനൊരു പരിഹാരം? പ്രധാനമായും ഉപരാഷ്ട്രപതി പോലുള്ള ഭരണഘടനാ പദവികൾ അതിൻ്റെയൊക്കെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും ഉറപ്പാക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. പിന്നെ ഈ അധികാര വിഭജനം അത് കൃത്യമായി പാലിക്കപ്പെടണം. ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമോ? അതിന് സുതാര്യമായ ഒരു സംവിധാനം വേണം. പക്ഷേ അത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കാനും പാടില്ല. ആ ഒരു ബാലൻസ് പ്രധാനം. ആത്യന്തികമായി ഭരണഘടനാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് ജനാധിപത്യത്തിനേറ്റവും അത്യാവശ്യം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഉപരാഷ്ട്രപതിയുടെ രാജി എന്നത് അതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാതെ നമ്മുടെ ജനാധിപത്യത്തിലെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഇവ തമ്മിലുള്ളൊരു ബാലൻസ്, ഭരണഘടനാ പദവികളുടെ പ്രാധാന്യം, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ശരിയാണ്. ഒരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ. അതായത്, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്നയാള് അയാളുടെ വ്യക്തിപരമായ ഉറച്ച നിലപാടുകൾക്കാണോ മുൻഗണന കൊടുക്കേണ്ടത്, അതോ ആ പദവിയുടെ നിഷ്പക്ഷതയും അന്തസ്സും എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നതിനോ? അതൊരു എളുപ്പമുള്ള ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഓരോ സാഹചര്യവും വ്യത്യസ്തമായിരിക്കും. വളരെ ശരിയാണ്. ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഹിമാലയൻ ബുദ്ധമതത്തെക്കുറിച്ചാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ഈ വിശ്വാസത്തെ മുൻനിർത്തി ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ മത്സരമുണ്ട്. നിങ്ങൾ പങ്കുവച്ച ലേഖനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ച. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ് അല്ലേ? പ്രിലിംസില് അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പിന്നെ ഇന്ത്യൻ കല, സംസ്കാരം, അതിൽ ബുദ്ധമതം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സമകാലിക സംഭവങ്ങൾ എന്ന ഭാഗത്തും വരാം. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1-ൽ ഇന്ത്യൻ പൈതൃകവും സംസ്കാരവും, പിന്നെ GS പേപ്പർ 2-ൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇവിടെയെല്ലാം ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ലേഖനങ്ങളുടെ പ്രധാന കണ്ടെത്തൽ എന്താണ്? ഇന്ത്യ ചൈന യഥാർത്ഥ മത്സരം ഹിമാലയൻ മേഖലയിലാണ്. അതിൻ്റെ കാതൽ ഹിമാലയൻ ബുദ്ധമതമാണെന്നും പറയുന്നു. ഈ അതിർത്തിയിലെ ജനങ്ങളുടെ ഐഡന്റിറ്റി അഥവാ സ്വത്വം നിർണയിക്കുന്നതിൽ ഈ വിശ്വാസത്തിന് വലിയ പങ്കുണ്ട് ഇരു രാജ്യങ്ങളും കരുതുന്നു. ഇത് ശരിയല്ലേ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ചൈനയുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, അവർ ബുദ്ധമതത്തെ ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഉപകരണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ് ക്രാഫ്റ്റ് അതായത് ഭരണകൂടത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കായി മതത്തെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ലാമമാരുടെ പുനർജന്മം, അതിന് അംഗീകാരം നൽകാനുള്ള അവകാശം സ്റ്റേറ്റിന് മാത്രമാണെന്ന് അവർ വാദിക്കുന്നു. ഇത് മതത്തിൽ നേരിട്ടുള്ള ഭരണകൂട ഇടപെടലാണ്. എന്നാൽ ഇന്ത്യയുടെ സമീപനം കുറച്ചുകൂടി ബുദ്ധിസ്റ്റ് നയതന്ത്രം എന്ന രീതിയിലാണ്. അത് സാംസ്കാരിക ബന്ധങ്ങളിലൂടെയുള്ള സ്വാധീനമാണ്. പക്ഷെ ചൈനയുടെ അത്ര കേന്ദ്രീകൃതമോ ശക്തമോ അല്ല. ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം ഇതാണ്. അപ്പോൾ ഏറ്റവും ക്രിട്ടിക്കൽ പോയിന്റ് 14ാമത് ദലൈലാമയുടെ പിൻഗാമിയെ ചൊല്ലിയുള്ള തർക്കമാണോ? അതാണോ ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനം? ആകെ നിലവിലെ സാഹചര്യത്തിൽ അതാണ് ഏറ്റവും സ്ഫോടനാത്മകമായ വിഷയമെന്ന് പറയാം. ഇപ്പോഴത്തെ ദലൈലാമ തന്റെ പുനർജന്മം ഒരുപക്ഷേ ഇന്ത്യയിലായിരിക്കാം എന്ന സൂചന നൽകിയിട്ടുണ്ട്. ശരിയാണ്. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. അവരുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, അവരെ സ്വന്തമായി ഒരു ദലൈലാമയെ നിയമിക്കുമെന്നാണ്. അത് വലിയ പ്രശ്നമാകുമല്ലോ. തീർച്ചയായും.
ഇത് ടിബറ്റൻ ബുദ്ധമത ലോകത്ത് ഒരു വലിയ പിളർപ്പിന് തന്നെ കാരണമായേക്കാം. മാത്രമല്ല, ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള നമ്മുടെ അതിർത്തിയിലെ ബുദ്ധമത സമൂഹങ്ങളെ ഒരു ഭാഗം തിരഞ്ഞെടുക്കാൻ ഇത് നിർബന്ധിതരാക്കിയേക്കാം. ചൈന തവാങ് മേഖലയിൽ അവകാശവാദം ഉന്നയിക്കുന്നത്, നേപ്പാളിലെ ലുംബിനിയിൽ വലിയ നിക്ഷേപം നടത്തുന്നത്, ഇതെല്ലാം ഈ വലിയ കളിയുടെ ഭാഗമാണ്. എന്തിന്, കർമാപ്യയുടെ പിന്തുടർച്ചാവകാശം പോലുള്ള ടിബറ്റൻ ബുദ്ധമതത്തിനകത്തെ തർക്കങ്ങളെപ്പോലും അവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പോ പ്രിലിംസിനു വേണ്ടി ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാമോ? ഈ സോഫ്റ്റ് പവറും ചൈനയുടെ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ക്രാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി പറയാമോ? പറയാം. സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സംസ്കാരം, ആശയങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ ആകർഷണത്തിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാണ്. ഇന്ത്യയുടെ ബുദ്ധമത പൈതൃകം, യോഗ, ഇതൊക്കെ ഉദാഹരണം. ശരി. എന്നാൽ ചൈനയുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റ് അങ്ങനെയല്ല. അത് മതത്തെയും അതിന്റെ സ്ഥാപനങ്ങളെയും നേതാക്കന്മാരെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നേരിട്ട് നിയന്ത്രിക്കുന്ന രീതിയാണ്. കേന്ദ്രീകൃതമാണ്, കൂടുതൽ അഗ്രസീവുമാണ്. പിൻഗാമിയുടെ കാര്യത്തിലോ? ടിബറ്റൻ രീതിയും ചൈനീസ് രീതിയും തമ്മിലുള്ള വ്യത്യാസം? ടിബറ്റൻ പാരമ്പര്യമനുസരിച്ച് അത് വളരെ ആത്മീയമായ ഒരു പ്രക്രിയയാണ്. ഇപ്പോഴത്തെ ദലൈലാമയുടെ പുനർജന്മത്തെ കണ്ടെത്താൻ പ്രത്യേക അടയാളങ്ങൾ, ദർശനങ്ങൾ ഒക്കെയുണ്ട്. അത് ലാമമാർ തന്നെയാണ് കണ്ടെത്തുന്നത്. പക്ഷെ ചൈന ഗോൾഡൻ ഏൺ എന്നൊരു രീതി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പഴയ രീതിയാണ്, പേരുകൾ ഒരു പാത്രത്തിലിട്ട് നറുക്കെടുക്കുന്ന പോലെ. ഓഹോ, അതിലൂടെ അവർക്ക് നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. അതെ, രാഷ്ട്രീയ നിയന്ത്രണം ഉറപ്പാക്കാൻ അവർ ശ്രമിക്കും. ശരി. ഇനി മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഈ വിഷയത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ്? ഇന്ത്യക്ക് ഇതിലെന്ത് അവസരങ്ങളാണുള്ളത്? വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ലഡാക്ക്, സിക്കിം, അരുണാചലൊക്കെ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസ്യത, കൂറ്, ഇതിനെയൊക്കെ സ്വാധീനിക്കാൻ ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് കഴിയും. ശരിയാണ്. അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ പോലുള്ള അയൽ രാജ്യങ്ങളില് ഇന്ത്യയ്ക്കുള്ള സ്വാധീനം കുറയ്ക്കാനും ഇത് കാരണമായേക്കാം. ഇതൊരു നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ചാലഞ്ചാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ അവസരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ബുദ്ധമതത്തിന്റെ ജന്മഭൂമി എന്ന നിലയിലുള്ള ധാർമ്മികമായ ഒരു മുൻതൂക്കം ഇന്ത്യക്കുണ്ട്. രണ്ടാമത്, ഇപ്പോഴത്തെ ദലൈലാമയുടെ ഇന്ത്യയിലെ സാന്നിധ്യം. അത് ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇന്ത്യയുടെ ജനാധിപത്യപരമായ സമീപനം. അത് ചൈനയുടെ ഇടപെടലിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആകർഷകമാണ് പലർക്കും. വെല്ലുവിളികൾ തീർച്ചയായുമുണ്ട്. ചൈനയുടെ കേന്ദ്രീകൃതവും വളരെ ശക്തവുമായ തന്ത്രം അത് നേരിടുക എന്നത് എളുപ്പമല്ല. പിന്നെ ദലൈലാമയുടെ പിൻഗാമി തർക്കം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കുമെന്നത് വലിയ ചോദ്യമാണ്. അതുപോലെ ടിബറ്റൻ ബുദ്ധമത സമൂഹത്തിലെ തന്നെയുള്ള ഭിന്നതകളെ ചൈന മുതലെടുക്കാൻ ശ്രമിക്കുന്നതും ഒരു വെല്ലുവിളിയാണ്. അപ്പോ മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം? ഇന്ത്യ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഇന്ത്യയുടെ ബുദ്ധിസ്റ്റ് നയതന്ത്രം കുറച്ചുകൂടി സജീവവും ഒരു സമഗ്രമായ തന്ത്രവുമായി മാറണം എന്നാണ് ലേഖനങ്ങൾ സൂചിപ്പിക്കുന്നത്. വെറും സാംസ്കാരിക ബന്ധങ്ങൾക്കപ്പുറം ഇതിനെ ഒരു സ്ട്രാറ്റജിക് വിഷയമായി കാണണം. എങ്ങനെ? ഹിമാലയൻ ബുദ്ധമത സമൂഹങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപെടണം. അവരുടെ ആത്മീയ കാര്യങ്ങളിലുള്ള സ്വയംഭരണത്തെ നമ്മൾ പിന്തുണയ്ക്കണം. അന്താരാഷ്ട്ര തലത്തിൽ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി സഹകരിക്കണം. പിന്നെ നമ്മുടെ രാജ്യത്തെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തണം. അപ്പോ ഹിമാലയൻ മേഖലയിലെ ഈ വിശ്വാസത്തിന്റെ രാഷ്ട്രീയം വളരെ സങ്കീർണമാണെന്നും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വളരെ നിർണായകമാണെന്നും ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമായെന്ന് കരുതുന്നു. ഒരു വിശ്വാസം പോലും എങ്ങനെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു പ്രധാന വിഷയമായി മാറുന്നത് എന്ന് നമ്മൾ കണ്ടു. നിങ്ങൾക്കും ചിന്തിക്കാനൊരു കാര്യം. ഒരു രാജ്യത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തിന് രാഷ്ട്രം നേരിട്ട് നിയന്ത്രിക്കുന്ന ഇത്തരം തന്ത്രങ്ങളെ ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കാൻ എത്രത്തോളം ശേഷിയുണ്ട്? ശരി, ഈ വിഷയം നമ്മളിവിടെ നിർത്തുന്നു. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. അതെ, അക്കാദമിക് സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആഗോള ആക്രമണം. ഒരു ലേഖനം ഈയിടെ വന്നിരുന്നു, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരി. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഇത്ര പ്രസക്തമാവുന്നത്? ഒരു സർവകലാശാലയുടെ ശരിക്കുള്ള ലക്ഷ്യമെന്തായിരിക്കണം? സ്വതന്ത്ര ചിന്തയാണോ? അതോ
ഭരണകൂടത്തിന് വേണ്ട കാര്യങ്ങളാണോ? അതെ, അതൊരു വലിയ ചോദ്യമാണ്. ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ കാതലെന്നും പറയാം. പിന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടും? പ്രത്യേകിച്ച് UPSC പരീക്ഷയിൽ ഇതിനെന്തു പ്രാധാന്യമുണ്ട്? തീർച്ചയായും UPSCയുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ശരിക്കും. ഓക്കെ. പ്രിലിംസിൽ നോക്കിയാൽ ഈ ദേശീയവും അന്തർദേശീയവുമായ കാര്യങ്ങൾ, സാമൂഹ്യ വികസനം, വിദ്യാഭ്യാസം, ഈ ഭാഗങ്ങളിലൊക്കെ ചോദ്യം വരാം. ശരി. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 1, അതായത് ഇന്ത്യൻ സമൂഹം, ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം, പിന്നെ GS പേപ്പർ 2, ഭരണം, സാമൂഹ്യനീതി, വിദ്യാഭ്യാസ നയങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ. ശരിയാണ്. എന്തിന് GS പേപ്പർ 4 ഇല്ലേ, ധാർമ്മികത, അതുമായി പോലും ഇതിനെ ബന്ധിപ്പിക്കാൻ പറ്റും. അതെങ്ങനെ? കാരണം ഈ അറിവിനോടുള്ള സത്യസന്ധത, പിന്നെ ഒരു കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം, ഇതൊക്കെ സിവിൽ സർവീസ് മൂല്യങ്ങളാണല്ലോ. അക്കാഡമിക് സ്വാതന്ത്ര്യത്തില് അതുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ശരിയാണ്. അപ്പോ ഈ ലേഖനം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ലോകത്തെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായും ലേഖനം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ലോകത്തെ പല ഗവൺമെന്റുകളും, പ്രത്യേകിച്ച് ഒരു വലതുപക്ഷ രാഷ്ട്രീയ സ്വഭാവമുള്ളവ, അവർ യൂണിവേഴ്സിറ്റികളെയും മറ്റും സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഓഹോ. അതിനായിട്ട് പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ബഡ്ജറ്റുകളെ ആയുധമാക്കുക. വെപ്പണൈസ്ഡ് ബഡ്ജറ്റ്സ് എന്ന് പറയും. അതായത് പണം കൊടുക്കാതെ അല്ലെങ്കിൽ ഫണ്ടിംഗ് നിയന്ത്രിച്ച് സ്ഥാപനങ്ങളെ ഒരു വഴിക്കാക്കാൻ നോക്കുന്നു, അല്ലേ? അതെ, കൃത്യം. അതാണ് സംഭവം. ഉദാഹരണത്തിന് അമേരിക്കയിൽ ഹാർവർഡ് പോലുള്ള വലിയ യൂണിവേഴ്സിറ്റികളുടെ ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന ലേഖനം പറയുന്നു. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അതിനെ അടിച്ചമർത്തുക, പിന്നെ സിലബസിൽ നേരിട്ടിടപെടുക, ഇഷ്ടമുള്ളവരെ വൈസ് ചാൻസലർമാരായി നിയമിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള VCമാരെ, പ്രസിഡന്റ്മാരെയൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് രാജിവെപ്പിക്കുക, ഇതൊക്കെ സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ച് ലേഖനം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇന്ത്യയിലും ഏതാണ്ട് ഇതുപോലത്തെ ട്രെൻഡുകൾ കാണുന്നുണ്ട് എന്നാണ് ലേഖനം പറയുന്നത്. ചില പബ്ലിക് യൂണിവേഴ്സിറ്റികളെ രാജ്യദ്രോഹ കേന്ദ്രങ്ങൾ എന്നൊക്കെ മുദ്രകുത്താൻ ശ്രമിക്കുന്നത്. കേട്ടിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുന്നത്, ക്യാമ്പസുകളിൽ പോലീസ് വരുന്നത്, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ ഈയിടെ UGC ഒരു കോഴ്സ് നിർബന്ധമാക്കിയില്ലേ, ഇന്ത്യൻ വിജ്ഞാന സമ്പ്രദായം. ഇന്ത്യൻ നോളജ് സിസ്റ്റംസ്. അതെ, അതൊരു പ്രത്യേക, അതായത് ഒരു ഹിന്ദു ദേശീയ ചരിത്രബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണെന്നുള്ളൊരു വിമർശനം ലേഖനം ഉദ്ധരിക്കുന്നുണ്ട്. ഓക്കെ. ഇതൊന്നും പോരാഞ്ഞിട്ട് വേറൊരു വലിയ ഭീഷണിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന നവലിബറൽ പരിവർത്തനം, നിയോ ലിബറൽ മേക്കോവർ എന്ന് പറയും. ഈ നവലിബറൽ പരിവർത്തനം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അക്കാഡമിക് സ്വാതന്ത്ര്യത്തെ ബാധിക്കുക? അത് നല്ലൊരു പോയിന്റാണ്. ഇപ്പോൾ ഈ റാങ്കിംഗ്, എത്ര പേറ്റന്റ് കിട്ടി, കുട്ടികൾക്ക് എത്ര പെട്ടെന്ന് ജോലി കിട്ടി, അതായത് എംപ്ലോയബിലിറ്റി, ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റികൾ ശരിക്കും ഒരു കച്ചവട സ്ഥാപനം പോലെയാവും. ലാഭമുണ്ടാക്കുക എന്നതാവും മുഖ്യം. അപ്പോൾ ഈ സാമൂഹ്യശാസ്ത്രം, ചരിത്രം പോലെയുള്ള വിഷയങ്ങൾ. അതെ, അതാണ് പ്രശ്നം. ലാഭകരമല്ല, പക്ഷെ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ് ഇത്തരം വിഷയങ്ങൾ. വിമർശനാത്മകമായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ. ശരിയാണ്. അതൊക്കെ സ്വാഭാവികമായും പിന്നോട്ടു പോകും. ഈയൊരു സാഹചര്യത്തിലാണ് അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ് AFI, അതിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴോട്ടു പോയത്. നമ്മൾ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ്. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? 2 എന്തായാലും ഓർത്തിരിക്കണം. ഒന്ന്, അക്കാദമിക് സ്വാതന്ത്ര്യം, അക്കാഡമിക് ഫ്രീഡം. ഓക്കെ. എന്നുവെച്ചാൽ ഈ സെൻസർഷിപ്പോ പ്രതികാര നടപടിയോ പേടിക്കാതെ ആശയങ്ങൾ ചർച്ച ചെയ്യാനും റിസർച്ച് ചെയ്യാനും പഠിപ്പിക്കാനുമൊക്കെയുള്ള ടീച്ചർമാരുടെയും സ്റ്റുഡൻസിന്റെയും സ്വാതന്ത്ര്യം. സ്ഥാപനങ്ങളുടെ സ്വയംഭരണം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി, അതും ഇതിന്റെ ഭാഗമാണ്. ശരി. രണ്ടാമത്തേതോ? രണ്ടാമത്തത് ഉന്നത വിദ്യാഭ്യാസത്തിലെ നവലിബറലിസം, നിയോ ലിബറലിസം ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഇത് വിദ്യാഭ്യാസത്തെ ഒരു മാർക്കറ്റ് സാധനം പോലെയും വിദ്യാർത്ഥികളെ ഉപഭോക്താക്കളെ പോലെയും കാണുന്ന ഒരു രീതിയാണ്. യൂണിവേഴ്സിറ്റികൾ കോർപ്പറേറ്റ് കമ്പനികളെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അറിവുണ്ടാക്കുക എന്നതിനേക്കാൾ പ്രോഡക്ട്സ് ഉണ്ടാക്കാനാവും ശ്രമം. ഓക്കെ. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ
നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വിഷയത്തിന് എന്താണ് പ്രസക്തി? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ലേഖനത്തിൽ പറയുന്ന ആഗോള ട്രെൻഡുകളൊക്കെ ഇവിടെയും കാണാം. രാഷ്ട്രീയ നിയന്ത്രണത്തിനുള്ള ശ്രമങ്ങൾ, ഒരു പ്രത്യേക ഐഡിയോളജി, അതായത് ലേഖനം ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നു, അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം. പിന്നെ ഫണ്ടിംഗ് കുറയ്ക്കുന്നത്, AFI റാങ്കിങ്ങിൽ നമ്മൾ പിന്നിലായത്, 2025 179 രാജ്യങ്ങളിൽ 156 സ്ഥാനം. രാഷ്ട്രീയ താൽപ്പര്യത്തോടെയുള്ള നിയമനങ്ങൾ, പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത്, ഇതൊക്കെ ഇന്ത്യയിലെ അക്കാഡമിക് ഫ്രീഡത്തിന് വലിയ ഭീഷണിയാണ്. എന്നാലും ഒരു മറുവാദം ഉണ്ടാവല്ലോ. അതായത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം. അതൊരു വാദമാണ്, ശരിയാണ്. പക്ഷെ അക്കാഡമിക് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. അല്ല. മറിച്ച് സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും വേണ്ട ഒരു സാഹചര്യമാണ് പ്രധാനം. ഈ സ്വാതന്ത്ര്യം കുറയുമ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ വിമർശനാത്മക ചിന്ത ഇല്ലാതാവും. അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ദുർബലമാക്കും. ശരിയാണ്. 2, ഗവേഷണത്തിന്റെ ക്വാളിറ്റി കുറയും. കാരണം വിവാദമായേക്കാവുന്ന വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യാൻ ആൾക്കാർ മടിക്കും. അത് ശരിയാണ്. 3, കഴിവുള്ളവർ രാജ്യം വിട്ടുപോകും. ബ്രെയിൻ ഡ്രെയിൻ. ആത്യന്തികമായി ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ വളർച്ചയെ ഇത് പിന്നോട്ടടിക്കും. പുതിയ ഐഡിയകൾ വരണമെങ്കിൽ, അധികാരത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ, ഈ കാലാവസ്ഥാ മാറ്റം പോലുള്ള വലിയ പ്രശ്നങ്ങളെ നേരിടണമെങ്കിലൊക്കെ സ്വതന്ത്രമായ ചിന്തയും ഗവേഷണവും വേണം. അപ്പൊ ഇതിനൊരു പരിഹാരം എന്താണ്? മുന്നോട്ടെങ്ങനെ പോവണം? ലേഖനം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണം നിയമം വഴി സംരക്ഷിക്കണം. രാഷ്ട്രീയ ഇടപെടൽ തീരെ പാടില്ല. ഓക്കെ. പിന്നെ സർവകലാശാലകളെ ജനാധിപത്യപരമായ പൊതുവിടങ്ങളായി നിലനിർത്തണം. ഡെമോക്രാറ്റിക് കോമൺസ് എന്ന് പറയും. അതായത് എല്ലാവർക്കും വന്ന് ആശയങ്ങൾ പങ്കുവെക്കാനും സംവാദം നടത്താനും പറ്റുന്ന തുറന്ന സ്ഥലങ്ങൾ. ശരി. സ്വതന്ത്രമായ ഗവേഷണത്തിന് ഗവൺമെന്റ് അല്ലാതെ പ്രൈവറ്റ് ആൾക്കാരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ കൂടുതൽ സപ്പോർട്ട് കിട്ടണം. പിന്നെ യൂണിവേഴ്സിറ്റി ഭരണത്തിൽ ടീച്ചർമാർക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കണം. അപ്പോൾ അക്കാദമിക് സ്വാതന്ത്ര്യം നേരിടുന്ന ഈ വെല്ലുവിളികൾ, അതിന്റെ പ്രാധാന്യം, ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈയൊരു ചർച്ച ഇവിടെ നിർത്തുകയാണ്. നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും. നമ്മൾ ഓരോരുത്തരും ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറിവിന്റെ സ്വാതന്ത്ര്യം പോയാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഭാവിയുടെയും അവസ്ഥ എന്തായിരിക്കും? ശരി, അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു വലിയ, ശരിക്കും പറഞ്ഞാൽ അതിമോഹപരമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. രാജ്യത്തിന്റെ ആണവോർജ ശേഷി അത് ഭയങ്കരമായിട്ട് കൂട്ടാനുള്ളൊരു പ്ലാൻ. ഇന്ത്യയുടെ ആണവോർജ ഭാവി, വികസനവും വെല്ലുവിളികളും എന്നൊരു ലേഖനമുണ്ട്. അതിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അപ്പോ ആദ്യം തന്നെ UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. പ്രിലിംസിന്റെ കാര്യമെടുത്താല് സയൻസ് ആൻഡ് ടെക്നോളജി, അതില് ഈ ആണവോർജം, പിന്നെ ഈ പുതിയ ടെക്നോളജികളായ SMR, PHW ഒക്കെ വരും. ഇന്ത്യൻ ഇക്കോണമി, പരിസ്ഥിതി, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരാം. മെയിൻസിലോ? മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2, അതിലെ ഗവൺമെന്റ് പോളിസികൾ, പിന്നെ ഈ നിയമ ഭേദഗതികളൊക്കെ വരുന്നുണ്ടല്ലോ. ശരിയാണ്. പിന്നെ GS പേപ്പർ 3-ല് ഊർജം, സയൻസ് ആൻഡ് ടെക്, പരിസ്ഥിതി, ഇതിലൊക്കെ ഇത് വളരെ റെലവന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ശരി, അപ്പൊ എന്താണ് ഈ വലിയ പദ്ധതി? ലേഖനത്തിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആണവോർജ ഉൽപ്പാദനം അത് ഏകദേശം ഒരു 8 ഗിഗാവാട്ടാണ്. ഇത് 2047 ആകുമ്പോഴേക്കും, അതായത് നമ്മുടെ വികസിത ഭാരതം ലക്ഷ്യം വയ്ക്കുന്ന വർഷം, അപ്പോഴേക്കും 100 ഗിഗാവാട്ടായിട്ട് കൂട്ടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 100 ഗിഗാവാട്ട് ഇപ്പോൾ ഉള്ളതിന്റെ 12 മടങ്ങിലധികം വരുമല്ലോ അത്. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആണവോർജ വിപുലീകരണമായിരിക്കും ഇത്. പിന്നെ നമ്മുടെ നെറ്റ് സീറോ 2070 എന്ന ലക്ഷ്യം, കാലാവസ്ഥാ ലക്ഷ്യം, അതെ, അത് നേടാനും ഇത് സഹായിക്കുമെന്നാണ് കാണുന്നത്. പക്ഷേ ഈ 100 ഗിഗാവാട്ട് എന്നൊക്കെ പറയുമ്പം അത് വലിയൊരു ടാർഗറ്റാണല്ലോ. ഇതെങ്ങനെ നടപ്പാക്കും? ശരിയാണ്. ഈ ലക്ഷ്യം നേടാൻ ഇപ്പോഴത്തെ രീതി മാത്രം പോരാ. അതുകൊണ്ടാണ് സർക്കാർ കുറച്ച് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 5 ചെറിയ മോഡുലാർ റിയാക്ടറുകൾ,
SMRS. ആ SMRS കേട്ടിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ ഏകദേശം ഒരു 20,000 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും 100 ഗിഗാവാട്ട് എത്തൂല. ഇല്ല. അപ്പോ ഇത്രയും വലിയ മുതൽമുടക്ക് അത് സർക്കാരിന് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് സ്വകാര്യ മേഖല, പിന്നെ വിദേശ കമ്പനികൾ ഇവരുടെയൊക്കെ സഹായം വേണ്ടിവരും. അപ്പൊ അവിടെയാണ് നിയമത്തിന്റെ പ്രശ്നം വരുന്നതല്ലേ? അതെ. അതിനുവേണ്ടി നിലവിലുള്ള ചില നിയമങ്ങൾ, പ്രധാനമായും 1962 ആറ്റോമിക് എനർജി ആക്ട്, പിന്നെ 2010 CLNDA നിയമം, അതായത് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്നാണ് ലേഖനം പറയുന്നത്. ഓക്കെ. അപ്പൊ പരീക്ഷകൾക്കും പൊതുവെ ഈ വിഷയം മനസ്സിലാക്കാനും ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണത്? തീർച്ചയായും. ഒരു 4 പ്രധാന കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പറഞ്ഞ സ്മോൾ മോഡ്യുലർ റിയാക്ടേഴ്സ്. SMRS. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ചെറുതാണ്. പിന്നെ ഇതിന്റെ ഭാഗങ്ങൾ ഫാക്ടറിയിലുണ്ടാക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ലെഗോ സെറ്റ് പോലെ കൂട്ടിയോജിപ്പിക്കാം. ഓക്കെ. അപ്പൊ സമയം ലാഭിക്കാം, ചെലവ് കുറയ്ക്കാം. അതെ, സുരക്ഷ കൂടുതലാണ്, സ്ഥലവും കുറച്ചു മതി. 2, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ, PHWR. ഇത് ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. നമ്മുടെ സ്വന്തം ടെക്നോളജി. അതെ, ഇതിന് നാച്ചുറൽ യുറേനിയം ഉപയോഗിക്കാം. അതാണ് അതിന്റെ ഒരു മെച്ചം. ശരി. മൂന്നാമത്തേതോ? 3, CLNDA 2010. ഈ ആണവ അപകടങ്ങളുണ്ടായാൽ നഷ്ടപരിഹാരം കൊടുക്കുന്ന നിയമം. ഇതിലെ ഒരു സപ്ലയർ ലയബിലിറ്റി എന്ന ഭാഗം. ആ, അത് കേട്ടിട്ടുണ്ട്. റിയാക്ടർ സപ്ലൈ ചെയ്ത കമ്പനിക്കും ബാധ്യത വരും എന്നുള്ളത്. അതെ, അത് കാരണം പല വിദേശ കമ്പനികളും അവരിവിടെ പ്ലാന്റ് ഇടാൻ കുറച്ചൊന്നും മടിക്കുന്നുണ്ട്. 4ാമത്തെ പോയിന്റ് ബേസ് ലോഡ് പവർ. ബേസ് ലോഡ് പവർ എന്നുവെച്ചാൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും. അതായത് എപ്പോഴും സ്ഥിരമായി കറണ്ട് തരാൻ പറ്റുന്ന സ്രോതസ്സുകൾ. ഇപ്പോൾ സോളാറൊക്കെ അങ്ങനെയല്ലല്ലോ, വെയിലുള്ളപ്പോൾ കിട്ടും. ആ, ശരിയാണ്, സ്ഥിരതയില്ല. അതെ, പക്ഷേ ആണവോർജം ഒരു വിശ്വസനീയമായ ബേസ് ലോഡ് പവർ സ്രോതസ്സാണ്, എപ്പോഴും കിട്ടും. ഓക്കെ. ഈ ആശയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടില് ഈ വലിയ ആണവ പദ്ധതി ഇന്ത്യക്ക് എന്തൊക്കെ അവസരങ്ങളാണ് തുറന്നു തരുന്നത്? പ്രത്യേകിച്ച് വികസിത ഭാരതം എന്നൊക്കെ പറയുമ്പോൾ ഊർജം വളരെ പ്രധാനമാണല്ലോ. തീർച്ചയായും അവസരങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമതായിട്ട് ഊർജ്ജ സുരക്ഷ. നമ്മളിപ്പോ കൽക്കരി, എണ്ണ ഇതിനൊക്കെ പുറത്തു രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടല്ലോ. അതെ, ഇറക്കുമതി കൂടുതലാണ്. ആണവോർജം കൂട്ടിയാൽ ആ ഒരു ആശ്രിതത്വം കുറയ്ക്കാം. 2, ശുദ്ധമായ ഊർജം. കാർബൺ പുറത്തുവിടുന്നത് വളരെ കുറവാണ്. അപ്പോ നമ്മുടെ നെറ്റ് സീറോ ലക്ഷ്യം അതിന് സഹായിക്കും. അതെ. 3, സ്ഥിരമായ വൈദ്യുതി. ഇൻഡസ്ട്രീസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. തടസ്സമില്ലാതെ പവർ കിട്ടുന്നത് വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. 4, സാങ്കേതിക മുന്നേറ്റം. ഈ SMR പോലുള്ള പുതിയ ടെക്നോളജിയിൽ നമ്മൾ വൈദഗ്ധ്യം നേടിയാൽ അത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ഒരുപക്ഷേ നമുക്കത് കയറ്റുമതി ചെയ്യാൻ പോലും പറ്റിയേക്കാം. അവസരങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വഴിയിൽ ഒരുപാട് കല്ലും മുള്ളുമുണ്ടെന്ന് വ്യക്തമാണല്ലോ. എന്തൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ? വെല്ലുവിളികൾ ചെറുതല്ല. 1, വലിയ മുതൽമുടക്ക്. ഈ ന്യൂക്ലിയർ പ്ലാന്റ് തുടങ്ങാൻ ഭയങ്കര കാശ് വേണം. ഈ 100 ഗിഗാവാട്ട് ലക്ഷ്യം വയ്ക്കുമ്പോൾ സർക്കാർ ബഡ്ജറ്റ് മാത്രം മതിയാവില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും. അതെ, സ്വകാര്യ വിദേശ നിക്ഷേപം അത്യാവശ്യമാണ്. 2, ഈ പറഞ്ഞ നിയമപരവും നയപരവുമായ തടസ്സങ്ങൾ. 1962 ആക്ട് മാറ്റണം, CLNDA ആ പ്രശ്നം പരിഹരിക്കണം. സപ്ലയർ ലയബിലിറ്റി. അതെ. 3, റെഗുലേറ്ററി പ്രശ്നങ്ങൾ. നമ്മുടെ ഇപ്പോഴത്തെ റെഗുലേറ്റർ AERB ആണല്ലോ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല എന്നൊരു വിമർശനമുണ്ട്. സ്വകാര്യ കമ്പനികൾ വരുമ്പോൾ നല്ല ശക്തമായ സ്വതന്ത്രമായ ഒരു റെഗുലേറ്ററി സിസ്റ്റം വേണം. അത് ശരിയാണ്. സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. തീർച്ചയായും. 4, അണുവികിരണ മാലിന്യം. ഇത് വലിയൊരു തലവേദനയാണ്. ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യും? എവിടെ കൊണ്ടുപോയിടും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അത് ദീർഘകാലം പ്രശ്നമാവുന്ന ഒന്നാണ്. അതെ. പിന്നെ 5ാമതായി പൊതുജനങ്ങളുടെ പേടി. ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു പേടിയുണ്ട്, സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ. അത് കാരണം പലപ്പോഴും പ്രോജക്റ്റുകൾ വൈകാറുണ്ട്. അപ്പൊ ഇത്രയും വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഇതിനെയൊക്കെ മറികടക്കാൻ എന്താണൊരു വഴി? ലേഖനം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഉണ്ട്. ചില പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. 1, നിയമങ്ങൾ പരിഷ്കരിക്കുക. ആറ്റോമിക് എനർജി ആക്ടും CLNDAയും കാലത്തിനനുസരിച്ച് മാറ്റുക. സ്വകാര്യ വിദേശ നിക്ഷേപം വരാൻ ഇത് സഹായിക്കും. ശരി.
ഒരു ക്ലീൻ എനർജിയായി കണ്ട് ടാക്സ് ഇളവ്, ഗ്രീൻ ഫിനാൻസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാൻ. അതെ. 4. വിദേശ നിക്ഷേപം FDI അനുവദിക്കുക. ഒരു 49% വരെയെങ്കിലും FDI അനുവദിച്ചാൽ കൂടുതൽ കാശും പുതിയ ടെക്നോളജിയും വരും. അപ്പോ ഇതൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ശരിക്കും പറഞ്ഞാല് ഇന്ത്യയുടെ ഈ ആണവോർജ്ജ ലക്ഷ്യം വളരെ വലുതാണ്. അതിലേക്കുള്ള വഴിയിൽ അവസരങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ വെല്ലുവിളികളുമുണ്ട്. ശരിയാണ്. ഇത് നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് ഇന്ത്യയുടെ ഊർജ്ജരംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരും, അല്ലേ? ഒരു പക്ഷേ ലോകത്ത് തന്നെ അതിന്റെ അലയോലകൾ ഉണ്ടാവാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഭരണഘടനയെക്കുറിച്ച് എന്തൊക്കെ ചിന്തകളുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച്. നമ്മുടെ കയ്യിലുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ കരടുകളും ആശയങ്ങളും എന്നൊരു ലേഖനമാണ്. 1950-ൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നല്ലോ. അതിലേക്ക് നയിച്ച പലതരം ചിന്തകൾ, ഡ്രാഫ്റ്റുകൾ, അതൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഇത് എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ മോഡറൽ ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ പൊളിറ്റി, അതിൻ്റെയൊക്കെ ഭാഗമാണിത്. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 1, അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെ GS പേപ്പർ 2, പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇതിനൊക്കെ ഇത് ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? 1950-ൽ നമ്മുടെ ഭരണഘടന വരുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് പലതരം ഐഡിയാസ് ഉണ്ടായിരുന്നു. ശരിയാണ്. ഭരണഘടനാ കരടുകൾ, ഡ്രാഫ്റ്റുകളെന്ന് പറയാം. അത് 1895-നും 1948-നും ഇടയിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ലിബറലിസം, ഗാന്ധിയൻ ചിന്തകൾ, റാഡിക്കൽ സോഷ്യലിസം, അങ്ങനെ പലതും കാണാം. അതെ, അതൊരു എന്താ പറയുക, ആശയങ്ങളുടെ ഒരു മിശ്രണം തന്നെയായിരുന്നു ആ കാലഘട്ടം. ഓരോ ഡ്രാഫ്റ്റും ഓരോ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. ഇപ്പോ ഉദാഹരണത്തിന് 1895-ലെ ഒരു ബില്ലുണ്ട്. ഇത് സാധാരണയായി ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെടുത്തിയാണ് പറയാറ്. അതിൽ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഒരു ഭരണരീതി, പിന്നെ വ്യക്തിഗത അവകാശങ്ങൾ, ഇതിനൊക്കെയായിരുന്നു ഊന്നൽ. ആഹാ, അതായത് ഒരു വശത്ത് ബ്രിട്ടീഷ് സിസ്റ്റം പോലെ ഒരെണ്ണം, പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളും അപ്പം തന്നെ ഉണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും. മറുവശത്ത് നോക്കിയാൽ MN റോയുടെ 1944-ലെ ഒരു ഡ്രാഫ്റ്റുണ്ട്. അത് കുറച്ചുകൂടി റാഡിക്കലായിരുന്നു. ജനകീയ പരമാധികാരം, വികേന്ദ്രീകരണം. എന്തിന് ആവശ്യം വന്നാൽ വിപ്ലവം ചെയ്യാനുള്ള അവകാശം പോലും അദ്ദേഹം ആലോചിച്ചിരുന്നു. വിപ്ലവം ചെയ്യാനുള്ള അവകാശം? അതെ, അദ്ദേഹത്തിന്റെ ഒരു റാഡിക്കൽ ഹ്യൂമനിസം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് മനുഷ്യന്റെ കഴിവില്, യുക്തിയിലൊക്കെ ഊന്നിയ, ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു സിസ്റ്റം. അതുപോലെ വേറൊന്ന് ഹിന്ദുസ്ഥാൻ ഫ്രീ സ്റ്റേറ്റ് ആക്ട് 1944. അതൊരു ഏകീകൃത രാഷ്ട്രം, മതസ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഔദ്യോഗിക മതമൊന്നും വേണ്ട എന്നും പറഞ്ഞു. പിന്നെ തീർത്തും വ്യത്യസ്തമായി ഗാന്ധിയൻ ഭരണഘടന 1946. അത് ഗ്രാമങ്ങൾക്ക് പൂർണ്ണ അധികാരം കൊടുക്കുന്ന ഗ്രാമസ്വരാജ് ആയിരുന്നു പ്രധാന ആശയം. ഗ്രാമസ്വരാജ്, ഓക്കെ. പിന്നീട് 1948-ല് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു കരട് വന്നു. അത് വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം, സാമ്പത്തിക ജനാധിപത്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തത്. അപ്പോൾ ഈ വൈവിധ്യം, അതാണ് അന്നത്തെ ഇന്ത്യയുടെ ഒരു ബൗദ്ധിക അന്തരീക്ഷം കാണിക്കുന്നത്. ശരി. അപ്പോൾ ഈ ആശയപരമായ വൈവിധ്യം UPSC പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് എങ്ങനെ ഓർത്തുവെക്കാം? ഏതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കോർ കോൺസെപ്റ്റുകൾ? നല്ല ചോദ്യമാണ്. പ്രിലിംസിന് വേണ്ടി നിങ്ങൾക്ക് ഈ പ്രധാന ആശയങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്ന്, ലിബറൽ ഭരണഘടനാവാദം, അതായത് വ്യക്തിഗത അവകാശങ്ങൾ, നിയമവാഴ്ച, അധികാര വിഭജനം, 1895 ബില്ലിലൊക്കെ നമ്മൾ കണ്ടത്. ശരി. 2, റാഡിക്കൽ ഹ്യൂമനിസം. ഇത് MN റോയുടേതാണ്. മനുഷ്യന് പ്രാധാന്യം, ജനങ്ങളിലേക്ക് നേരിട്ട് അധികാരം, യുക്തിചിന്ത. 3, ഗാന്ധിയൻ ദർശനം. ഗ്രാമസ്വരാജാണ് അതിലെ കാതൽ. അധികാര വികേന്ദ്രീകരണം, ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം, ധാർമ്മിക മൂല്യങ്ങൾ. 4, സോഷ്യലിസ്റ്റ് ഭരണഘടനാവാദം. സാമ്പത്തിക നീതി, ഉൽപാദന ഉപാധികളൊക്കെ പൊതു ഉടമസ്ഥതയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന ചോദ്യം, ഈ പഴയ കരടുകളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ്.
പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും ഇതിന്റെയൊക്കെ ഒരു സ്വാധീനം കാണുമല്ലോ. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. നമ്മുടെ 1950-ലെ ഭരണഘടന പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഈ പഴയ കരടുകളിൽ നിന്നും അന്നത്തെ ചർച്ചകളിൽ നിന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. സ്വീകരിച്ച ആശയങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം, നിയമവാഴ്ച, അതെ, പിന്നെ മൗലികാവകാശങ്ങൾ, അത് പല കരടുകളിലും പൗരാവകാശങ്ങൾ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്തീരാജ് എന്ന ആശയം, അത് ഗാന്ധിയൻ ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പിന്നീട് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി. ശരി, നിർദ്ദേശക തത്വങ്ങളിൽ. അതെ. അതുപോലെ സാമൂഹിക സാമ്പത്തിക നീതി, സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം നമുക്ക് നിർദ്ദേശക തത്വങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ജനകീയ പരമാധികാരം, ഇതൊക്കെ ആ പഴയ ചർച്ചകളുടെ തുടർച്ചയാണ്. എന്നാൽ ചിലതൊക്കെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ടാകുമല്ലോ. നോക്കിയാൽ ഗാന്ധിയൻ മാതൃകയിലുള്ള ആ ഒരു സമ്പൂർണ്ണ വികേന്ദ്രീകരണം അതേപടി എടുത്തില്ല. ഒരുപക്ഷേ ഇന്ത്യയുടെ ആ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് വിഭജനത്തിന് ശേഷം, ഒരു ശക്തമായ കേന്ദ്രം വേണമെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് തോന്നിയിരിക്കാം. ശരിയാണ്. അതുപോലെ സോഷ്യലിസ്റ്റ് ആശയമായ പൂർണ്ണ ദേശസാൽക്കരണം, അതും നമ്മുടെ ഭരണഘടന നേരിട്ട് സ്വീകരിച്ചില്ല. എൻ റോയുടെ വിപ്ലവം ചെയ്യാനുള്ള അവകാശം പോലെയുള്ള കുറച്ച് റാഡിക്കലായ കാര്യങ്ങളും ഒഴിവാക്കി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്താ ചെയ്തത്? ഈ ആശയങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു. എന്നിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് ഒരു സമന്വയം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ പഴയ കരടുകൾ പൂർണ്ണമായി നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും ഓരോന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു ആത്മാവിനെ രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റേതായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയെക്കുറിച്ച് അന്നുണ്ടായിരുന്ന ആ ഒരു വലിയ ചിന്താധാര, ആ സംവാദങ്ങൾ, അതൊക്കെയാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും. ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഒരു കാര്യം തരാം. അതായത്, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഈ ഭരണഘടനാപരമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതിലെ ഏതെങ്കിലും ആശയങ്ങൾക്ക്, ഒരുപക്ഷെ ഗ്രാമസ്വരാജിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയത്തിനു ഇന്നത്തെ ഇന്ത്യയിൽ വീണ്ടും ഒരു പ്രസക്തി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, അതൊരു നല്ല ചോദ്യമാണ്. ആ പഴയ ആശയങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് പുതിയ പ്രസക്തി ഉണ്ടോ എന്ന് തീർച്ചയായും ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ആ ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തോട്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ റബ്ബർ തോട്ടങ്ങൾക്ക് ഒരു പുതിയ ഭീഷണിയായി വന്നിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരു അംബ്രോസിയ വണ്ടും പിന്നെ ഒരു തരം ഫംഗസും. ഇവ രണ്ടും കൂടിയുള്ള ഒരു കൂട്ടുകെട്ടാണ് ഈ പ്രശ്നത്തിന് പിന്നിൽ. ശരിയാണ്. റബ്ബർ തോട്ടങ്ങൾക്ക് ഭീഷണിയായ വണ്ടും ഫംഗസും എന്നൊരു ലേഖനം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വിഷയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, പ്രത്യേകിച്ചും ഈ UPSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക്. കാരണം ഇത് പ്രിലിംസിൽ വരാം. പരിസ്ഥിതി, പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട്. അതുപോലെ മെയിൻസിലും. ഓക്കെ, മെയിൻസിൽ എവിടെ വരും? മെയിൻസിലെ GS പേപ്പർ 3 ഉണ്ടല്ലോ, അതിലെ കൃഷി, ഭക്ഷ്യസുരക്ഷ, പിന്നെ ഈ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി, പരിസ്ഥിതി, ദുരന്ത നിവാരണം, ഈ ഭാഗങ്ങളിലൊക്കെ ഇതിന് പ്രസക്തിയുണ്ട്. ശരി ശരി. അപ്പോൾ ഈ ലേഖനത്തിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? കേരളത്തിലെ റബ്ബർ മരങ്ങൾ, അതിൽ ഒരുപാട് ഇലകൊഴിയുന്നു, മരമുണങ്ങുന്നു, അങ്ങനൊരു പ്രശ്നം. അതെ. ഇതിനു പിന്നിൽ ഒരു വണ്ടും ഫംഗസുമാണെന്ന് കേരള വനഗവേഷണ കേന്ദ്രം, അതായത് KFRI പറയുന്നുണ്ട്, അല്ലേ? അതെ അതെ, കൃത്യമാണ്. ആ വണ്ടിന്റെ പേര് അംബ്രോസിയ ബീറ്റിൽ എന്നാണ്. അതിന്റെ ശാസ്ത്രീയ നാമം യൂപ്ലാറ്റിപ്പസ് പാരലലസ്. യൂപ്ലാറ്റിപ്പസ് പാരലലസ്. അതെ. പക്ഷേ ഈ വണ്ട് ഒറ്റയ്ക്കല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് 2 തരം ഫംഗസുകളുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. എന്ത് തരം ബന്ധമാണത്? അതൊരു സഹജീവി ബന്ധം, അല്ലെങ്കിൽ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ് ജീവിക്കുന്നത്. ഓഹോ. ഈ വണ്ടുകൾ മരം തുരന്ന് ഉള്ളിൽ കയറും, എന്നിട്ട് ഈ ഫംഗസുകളെ അവിടെ വളർത്തും. ഒരു ഫംഗസ് ഫാം പോലെ. മരത്തിനകത്തോ? അതെ, മരത്തിനകത്ത്. ഈ ഫംഗസ് ആണ് വണ്ടിനും അതിന്റെ ലാർവകൾക്കുമുള്ള ഭക്ഷണം. അപ്പോ തിരിച്ച് ഫംഗസിനെന്താ ഗുണം? അതിന് താമസിക്കാനും വളരാനും പെരുകാനുമൊക്കെ ഒരു സുരക്ഷിത സ്ഥലം കിട്ടി. ഈ ഒരു പ്രോസസ്സാണ് സത്യത്തിൽ മരത്തെ നശിപ്പിക്കുന്നത്. അപ്പോ
ഈ വണ്ട് ഫംഗസിനെ കൃഷി ചെയ്യുന്നു, ഫംഗസ് വണ്ടിന് ഭക്ഷണമാകുന്നു. പക്ഷെ മരം നശിക്കുന്നു. ഇത് റബ്ബറിന് മാത്രമാണോ ബാധിക്കുന്നത്? അല്ല, അതാണ് ഇതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതൊരു അധിനിവേശ ജീവിവർഗമാണ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, IAS എന്ന് പറയും. പുറത്തുനിന്ന് വന്നതാണല്ലേ? അതെ, നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി കാണുന്ന ഒന്നല്ല. ഇത് റബ്ബറിനു പുറമേ തേക്ക്, കശുമാവ്, തെങ്ങ്, കാപ്പി അങ്ങനെ ഏകദേശം 80-ലധികം മരങ്ങളെ ഇതിന് ആക്രമിക്കാൻ പറ്റും. 80-ലധികം മരങ്ങളോ? അത് വളരെ ഗുരുതരമാണല്ലോ, പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലത്ത്. അതെ, തീർച്ചയായും. കാരണം നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനം അതിന്റെ ഒരു സിംഹഭാഗം ഏകദേശം 90% വരുന്നത് കേരളത്തിൽ നിന്നാണ്. ശരിയാണ്. അപ്പോൾ ഈ ഒരു ആക്രമണം നമ്മുടെ ലാറ്റക്സ് ഉൽപ്പാദനത്തെ വളരെ മോശമായിട്ട് ബാധിക്കും. അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. സാമ്പത്തിക നഷ്ടം ഉറപ്പാണല്ലോ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. ഈ ഫ്യൂസേറിയം ഫംഗസുകളില്ലേ, ഫ്യൂസാരിയം അംബ്രോഷിയ, ഫ്യൂസേറിയം സൊലാനി എന്നൊക്കെ പറഞ്ഞത്, ഇതിൽ ചിലതൊക്കെ മനുഷ്യരിലും ചില അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ്. ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ് എന്ന് പറയും. അപ്പോ ഇത് നമ്മുടെ തോട്ടം തൊഴിലാളികളുടെ ആരോഗ്യത്തിനും ഒരു ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം. അപ്പോൾ ഇത് നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. അല്ല, എളുപ്പമല്ല. പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഈ ഫംഗസ് വളരുന്നത് മരത്തിന്റെ ഉള്ളിലല്ലേ. അതെ. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പുറത്ത് കീടനാശിനി അടിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അത് പൂർണ്ണമായും ഫലപ്രദമാകില്ല. ശരിയാണ്. പിന്നെ ഇതൊരു അധിനിവേശ ജീവി ആയതുകൊണ്ട് ഇതിനെ സ്വാഭാവികമായി നിയന്ത്രിക്കുന്ന ശത്രുക്കൾ ഇവിടെ കുറവായിരിക്കും. അപ്പൊ ഫലപ്രദമായ ജൈവ നിയന്ത്രണം, അതായത് ബയോ കൺട്രോൾ മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനെ തിന്നുന്ന മറ്റു പ്രാണികളോ മറ്റോ ഉണ്ടോന്ന് നോക്കണം. അതിനൊക്കെ കൂടുതൽ ഗവേഷണം വേണം. അപ്പോ പ്രിലിംസിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ എന്തൊക്കെ പ്രധാന ആശയങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? ഒന്ന്, ഈ അധിനിവേശ ജീവിവർഗങ്ങൾ IAS എന്ന ആശയം തന്നെ. എന്താണത്? എങ്ങനെയാണത് ഭീഷണിയാകുന്നത്? 2, സഹോപകാരിത അല്ലെങ്കിൽ മ്യൂച്വലിസം. ഇവിടെ വണ്ടും ഫംഗസും തമ്മിലുള്ള ബന്ധം ഒരു ഉദാഹരണമാണ്. 3, ജൈവ നിയന്ത്രണം, ബയോ കൺട്രോൾ. 4, ഈ ഫൈറ്റോസാനിറ്ററി നടപടികൾ, ഫൈറ്റോസാനിറ്ററി മെഷേഴ്സ്, അതായത് സസ്യരോഗങ്ങൾ പടരുന്നത് തടയാനുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും നടപടിക്രമങ്ങളും. ഇതൊക്കെ പ്രിലിംസിന് പ്രധാനമാണ്. ഓക്കെ. ഇനി മെയിൻസിലേക്ക് വരുമ്പോഴോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിൻസില് പ്രധാനമായും ഇതിന്റെ പ്രത്യാഘാതങ്ങളാണ്. ഈ അധിനിവേശ ജീവികൾ ഇന്ത്യയിലുണ്ടാക്കുന്ന വെല്ലുവിളികൾ. 1, സാമ്പത്തിക നഷ്ടം, വിളനാശം, പിന്നെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ചെലവ്. ശരി. 2, നമ്മുടെ ജൈവ വൈവിധ്യത്തിന് ഇതുണ്ടാക്കുന്ന ഭീഷണി. ഒരുപാട് മരങ്ങളെ ഇത് ബാധിക്കുമല്ലോ. 3, ഇതിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫംഗസ് മരത്തിനുള്ളിലാണ്, കീടനാശിനി ഫലിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. 4, നമ്മുടെ ക്വാറന്റൈൻ സംവിധാനങ്ങളുടെ അപര്യാപ്തത. ഇത്തരം ജീവികൾ രാജ്യത്തേക്ക് കടന്നുവരുന്നത് തടയുന്നതിലുള്ള വീഴ്ചകൾ. ഇതൊക്കെ വെല്ലുവിളികൾ. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണ്? ഇതിനെ എങ്ങനെ നേരിടാം? അതിന് പല തലത്തിലുള്ള നടപടികൾ വേണം. 1, ഏറ്റവും പ്രധാനം, ശക്തമായ ക്വാറന്റൈൻ സംവിധാനങ്ങൾ അതിർത്തികളിൽ ഉറപ്പാക്കുക. ഫൈറ്റോസാനിറ്ററി നടപടികൾ കർശനമാക്കണം. ഓക്കെ. ചിനി, ജൈവ നിയന്ത്രണം, കൃഷിരീതികളിലെ മാറ്റങ്ങൾ, ഇതൊക്കെ ഒരുമിച്ച് സംയോജിപ്പിച്ച് ഉപയോഗിക്കുക. ശരി. പിന്നെ തീർച്ചയായും കൂടുതൽ ഗവേഷണം വേണം. KFRI പോലുള്ള സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, നിരീക്ഷിക്കണം. നയപരമായ കാര്യങ്ങളോ? വേണം. കൃഷി, വനം, പരിസ്ഥിതി മന്ത്രാലയങ്ങൾ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് വ്യക്തമായ നയങ്ങളും കർമ്മപദ്ധതികളും ഉണ്ടാക്കണം. പിന്നെ കർഷകർക്കും പൊതുജനങ്ങൾക്കും ഇതിനെപ്പറ്റി നല്ല അവബോധം കൊടുക്കണം. ജനകീയ പങ്കാളിത്തം വളരെ പ്രധാനമാണ്. അപ്പോ ഈ വണ്ട് ഫംഗസ് കൂട്ടുകെട്ടെന്ന് പറയുന്നത് വെറുമൊരു കാർഷിക പ്രശ്നം മാത്രമല്ല, ഇത് നമ്മുടെ സാമ്പത്തിക മേഖലയെയും പരിസ്ഥിതിയെയും എന്തിന് പൊതുജനാരോഗ്യത്തെ വരെ ബാധിക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് വളരെ വ്യക്തമാണ്. അതെ. ഇതിനെ നേരിടാൻ എത്രത്തോളം ശക്തമായ ഒരുമിച്ചുള്ള നടപടികൾ നമുക്ക് ആവശ്യമുണ്ട് എന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. ഒരു ചെറിയ വണ്ടിനും ഫംഗസിനും ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരിയാണ്. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത ചർച്ച ചെയ്യാം. ഓക്കെ. നമസ്കാരം.
അപ്പോൾ ഇന്ന് നമ്മൾ ദ ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കേട്ടോ നോക്കുന്നത്. ഇന്ത്യയിലെ അപകടകരമായ ശുചീകരണ രീതികളും അതുപോലെ ഈ തോട്ടിപ്പണി എന്ന് പറയുന്ന ആ ഒരു വിഷയവുമാണ്. ശരിക്കും നമ്മളെയൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്ന് തന്നെ. തീർച്ചയായും ഇത് വെറുമൊരു വാർത്തയായിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ചില പ്രശ്നങ്ങളുണ്ടതുപോലെ എന്താ പറയുക, ഭരണ സംവിധാനത്തിലെ ചില പോരായ്മകളും ഇത് കാണിച്ചു തരുന്നുണ്ട്. ശരിയാണ്. പ്രത്യേകിച്ച് മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇത്. അതെ, ജീവനും അന്തസ്സും. നിങ്ങൾ UPSC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? ഉറപ്പായും. പ്രിലിംസിനാണെങ്കിൽ സാമൂഹ്യനീതി, ഗവർണൻസ്, പിന്നെ ഈ കറന്റ് ഇവന്റ്സ്, ഗവൺമെന്റ് സ്കീംസ് ഇതിന്റെയൊക്കെ ഭാഗമായി വരും. മെയിൻസിലോ? മെയിൻസിന് GS പേപ്പർ 1 ഇന്ത്യൻ സൊസൈറ്റി. അവിടെ സാമൂഹിക ശാക്തീകരണം, ദാരിദ്ര്യം, വികസന പ്രശ്നങ്ങൾ അതിലൊക്കെ വരും. പിന്നെ GS പേപ്പർ 2 ഗവേണൻസും സോഷ്യൽ ജസ്റ്റിസും. ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികള്, നിയമങ്ങള് അതിന്റെയൊക്കെ കീഴിൽ വരും. അതെ, അവിടെ ഇത് വളരെ റെലവന്റ് ആണ്. ഈ അടുത്തൊരു കേന്ദ്ര സർക്കാർ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരുന്നല്ലോ. അതിലെ കണ്ടെത്തലുകൾ ശരിക്കും എന്താ പറയുക, ഞെട്ടിക്കുന്നതല്ലേ? ഭയങ്കരം തന്നെ. അതായത് ഈ അഴുക്കുചാല് വൃത്തിയാക്കുമ്പോൾ മരിക്കുന്നവരിൽ 90% പേർക്കും യാതൊരു സുരക്ഷാ ഉപകരണവും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ഓഡിറ്റ് പറയുന്നത്. 90%? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ആ റിപ്പോർട്ടില് 54 മരണങ്ങൾ പരിശോധിച്ചപ്പോൾ 49 എണ്ണത്തിലും. അതെ, 49 കേസുകളിലും സുരക്ഷാ ഉപകരണങ്ങളില്ലായിരുന്നു. വല്ലപ്പോഴും ചിലപ്പോൾ ഒരു ഗ്ലൗസോ ഗംബൂട്ടോ ഉണ്ടാവും, അത്രയുള്ളൂ. അയ്യോ. അതെ, അതുപോലെ 47 സന്ദർഭങ്ങളിൽ മെഷീൻസ് ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ അത് കൊടുത്തില്ല. അപ്പൊ മെഷീനുകളൊന്നും ഉപയോഗിക്കുന്നില്ലേ? പലയിടത്തുമില്ല. പിന്നെ തൊഴിലാളികളോട് സമ്മതം വാങ്ങുന്ന രീതിയില്ല, ഇതിന്റെ അപകടത്തെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. റിപ്പോർട്ടിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. ഈ ഭൂരിഭാഗം കേസുകളിലും തൊഴിലാളികളെ നേരിട്ട് വ്യക്തിഗതമായിട്ടാണ് കരാറെടുപ്പിക്കുന്നതെന്ന്. അതെങ്ങനെയാണ് പ്രശ്നമാവുന്നത്? അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അങ്ങനെ വ്യക്തിഗത കരാറാവുമ്പോൾ തൊഴിലുടമയ്ക്ക്, അതായത് ആ സ്ഥാപനത്തിനോ കോൺട്രാക്ടർക്കോ നിയമപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് എളുപ്പത്തിൽ ഒഴിയാൻ പറ്റും. ഓഹോ, അപ്പൊ ആർക്കും ഉത്തരവാദിത്തമില്ലാത്തൊരവസ്ഥ വരും. അതെ, ആർക്കെങ്കിലും അപകടം പറ്റിയാൽ അതൊരു ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് അല്ലേ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയാൻ എളുപ്പമാണ്. നിയമത്തിന്റെ ഒരു പഴുതാണത്. ശരി. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ നമസ്തേ പദ്ധതിയെക്കുറിച്ച് കേട്ടിരുന്നു, പാർലമെന്റിലും പറഞ്ഞിരുന്നല്ലോ. ഉണ്ട്, സർക്കാർ ഇടപെടലുകളുണ്ട്. പക്ഷേ അതിലേക്ക് വരും മുൻപ് നമുക്ക് ഈ തോട്ടിപ്പണി അഥവാ മാനുവൽ സ്കാവഞ്ചിങ് എന്താണെന്നൊന്നുകൂടി ഉറപ്പിക്കാം. അതായത് മനുഷ്യവിസർജ്യമടക്കമുള്ള മാലിന്യങ്ങൾ ഒരു സുരക്ഷാ ഉപകരണവുമില്ലാതെ മനുഷ്യർ തന്നെ നേരിട്ട് വൃത്തിയാക്കുന്ന ആ ഒരു രീതി. ഇന്ത്യയിൽ ഇത് ജാതി വ്യവസ്ഥയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. തീർച്ചയായും. ഇതിനെതിരെ 2013 ഒരു നിയമം വന്നിട്ടുണ്ട്, ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദെയർ റീഹാബിലിറ്റേഷൻ ആക്ട്. ആ നിയമം തോട്ടിപ്പണി പൂർണ്ണമായി നിരോധിക്കുന്നുണ്ട്, അപകടകരമായ ക്ലീനിംഗ് കുറ്റകരമാക്കുന്നുണ്ട്, പിന്നെ പുനരധിവാസം, യന്ത്രവൽക്കരണം ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതെ, നിയമം വളരെ ശക്തമാണ്. തോട്ടിപ്പണി പൂർണ്ണമായി നിരോധിച്ചു, പുനരധിവാസം ഉറപ്പാക്കണം, പിന്നെ ശുചീകരണത്തിന് പൂർണ്ണമായി യന്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ നിയമം പറയുന്നു. പക്ഷേ പ്രായോഗിക തലത്തിൽ അത് എത്രത്തോളം നടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഈ നമസ്തേ പദ്ധതിയുടെ പ്രസക്തി വരുന്നത്. NAMSTA, നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം. ഇത് സാമൂഹ്യനീതി മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും ഒരുമിച്ചുള്ളൊരു പദ്ധതിയാണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും? ലക്ഷ്യങ്ങൾ: 1, ഈ അപകടകരമായ ശുചീകരണം പൂർണ്ണമായി ഇല്ലാതാക്കുക. 2, സമ്പൂർണ്ണ യന്ത്രവൽക്കരണം. പിന്നെ തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷ, അവരുടെ പുനരധിവാസം, സ്വയം സഹായ സംഘങ്ങളുണ്ടാക്കുക, അവർക്ക് മറ്റു തൊഴിലുകളിൽ നൈപുണ്യ വികസനം നൽകുക. ഇതൊക്കെയാണ്. ഇത് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതിന് സാമൂഹിക വശങ്ങൾ വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞ പോലെ ജാതി, പിന്നെ ദാരിദ്ര്യം. അതെ, ദാരിദ്ര്യം, മറ്റു തൊഴിലവസരങ്ങൾ കിട്ടാത്ത അവസ്ഥ, പിന്നെ നമ്മുടെ നഗരങ്ങളിലെ ഒരു പ്ലാനിംഗ് ഇല്ലാത്ത വളർച്ച, ഇതെല്ലാം ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. അപ്പോ എന്തൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ? നിയമം നടപ്പാക്കുന്നതിലെ പ്രശ്നമാണോ? അതൊരു പ്രധാന വെല്ലുവിളിയാണ്. നിയമം നല്ലതുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നതിലെ ഒരു ഉദാസീനത. പിന്നെ ചിലപ്പോഴൊക്കെ ഈ തോട്ടിപ്പണി ഇല്ലേ, ഇത് അപകടകരമായ ശുചീകരണം മാത്രമാണ് എന്നൊക്കെയുള്ളൊരു വാദം വരും. അത് പ്രശ്നത്തിന്റെ ഗൗരവം കുറയ്ക്കാനിടയാക്കുന്നുണ്ട്. ശരിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അനൗപചാരിക കരാറുകൾ,
അതുപോലെ ഈ ജോലി ചെയ്യുന്നവൾ നേരിടുന്ന ഒരു സാമൂഹികമായ ഒറ്റപ്പെടൽ, ഒരു സ്റ്റിഗ്മ, അതും വലിയൊരു തടസ്സമാണ്. എന്നാലും 2013 നിയമം ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. നമസ്തേ പോലുള്ള പുതിയ പദ്ധതികളും സുപ്രീം കോടതിയുടെ ഇടപെടലുകളും നഷ്ടപരിഹാര ഉത്തരവുകളുമൊക്കെ പോസിറ്റീവായി കാണണ്ടേ? തീർച്ചയായും അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. മുന്നോട്ടു പോകണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് സമ്പൂർണ്ണ യന്ത്രവൽക്കരണം തന്നെയാണ്. മനുഷ്യരെ ഈ അപകടത്തിലേക്ക് വിടുന്നത് നിർത്തണം. പിന്നെ നിയമം കർശനമായി നടപ്പാക്കണം. ലംഘിക്കുന്നവർക്ക് ശരിയായ ശിക്ഷ ഉറപ്പാക്കണം. പുനരധിവാസം വളരെ പ്രധാനമാണ്. അത് കുറച്ചു പൈസ കൊടുക്കുന്നതിൽ ഒതുങ്ങരുത്. അവർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന മറ്റു തൊഴിലുകൾ കണ്ടെത്താൻ സഹായിക്കണം. അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കണം. ശരിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് സമൂഹത്തിന്റെ ഒരു മനോഭാവം മാറണം. ഈ ശുചീകരണ തൊഴിലിനെ അത്ര മോശമായി കാണുന്നൊരു രീതിയുണ്ടല്ലോ, അതിന് നല്ല ബോധവൽക്കരണം വേണം. തൊഴിലാളികളുടെ അന്തസ്സ് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. അപ്പോ ഇന്നത്തെ ഈ ചർച്ച എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇന്ന് തന്നെ ഒന്നുകൂടി നോക്കി ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുക. അതെ, നാളെ നമുക്ക് പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ. ഒരു കാര്യം കൂടി, ഈ സാങ്കേതിക വിദ്യയും നിയമങ്ങളുമൊക്കെ മതിയാവുമോ ശരിക്കും? പതിറ്റാണ്ടുകളായി നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു വിവേചനം, അത് മാറാൻ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്ടിലൊരു മാറ്റം വരേണ്ടതില്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.